ഇന്നൊരു ചെറിയൊരു സ്നാക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ തലേനാളെ കുറച്ച് റാഗി കുതിർത്ത് വെച്ചിരുന്നു. അതിൽ കുറച്ച് തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ഉള്ളത്. അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണം നമുക്ക് കുറച്ച് സമയം കുറുകാൻ വെക്കാം. അതായത് ഇതിന്ന് നമ്മൾ പാൽഭാഗം മാത്രം അടിയിൽ വന്നിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ടാണ് അരിച്ചെടുത്തതെങ്കിൽ അതിൻ്റെ വെള്ളം കുറച്ച് മുകളിലായിട്ട് വന്നേക്കും. അത് നമുക്ക് മറിച്ച് കളഞ്ഞതിന് ശേഷം ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. കൂട്ട് കുറുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ശർക്കര പാനി ഒഴിക്കാം. അതിന് പകരം ഞാൻ ചക്കയും ശർക്കരയും കൂടിയിട്ട് പാവാക്കി വെച്ചിട്ടുണ്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് ഇത് കുറുക്കിയെടുക്കുന്നത്. ശർക്കരയും ചക്കയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പാവാണ്. ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം ചക്ക നന്നായിട്ട് അടിച്ചെടുക്കും. അതിന് ശേഷം ശർക്കരയും ചക്കയും കൂടി നന്നായിട്ട് കുറുക്കിയെടുക്കും. നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലേവറായി. ആവശ്യത്തിന് കുറച്ചുകൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കുക. കുറച്ച് ഏലക്കപ്പൊടിയായി ചേർക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. മിക്സിയിലേക്ക് കുറച്ച് തേങ്ങയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വാട്ടിയിട്ട് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിൽ നെയ്യ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നേരത്തെ ചെയ്ത് വെച്ച ഈ കൂട്ടിനെ നമുക്കതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ആവിപാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് കുറച്ച് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം മുറിച്ചെടുക്കാവുന്നതാണ്.